ദൈവത്താലേറെ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായ 3 നോമ്പിലേക്ക് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രവേശിക്കുകയാണ്. ഈ 3 ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം കേൾക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് കർത്താവിൻ്റെ വചനം കേട്ട് യോനായെപ്പോലെ അനുദപിച്ച് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുവാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെ പ്രത്യേകം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ 3 ദിവസങ്ങളിലുള്ള ഈ ധ്യാന ശുശ്രൂഷ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. സഭയിൽ 3 നോമ്പ് വളരെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ നിറഞ്ഞ നോമ്പാണ്. പൗരസ്ത്യ സഭയുടെ ആരാധനാ രീതികളിൽ നിന്ന് നമ്മെ പൂർവ്വപിതാക്കന്മാർ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട നോമ്പാണ് 3 നോമ്പ്. യോനായുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് വളരെ പ്രത്യേകമായി ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകമായി ധ്യാനിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ യോന മത്സ്യത്തിൻ്റെ ഉദരത്തിൽ 3 ദിവസം കഴിഞ്ഞതുപോലെ കർത്താവും ഭൂമിയുടെ അടിത്തട്ടിൽ 3 ദിവസങ്ങൾ പാർത്തതിനെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ നോമ്പിൻ്റെ ധ്യാന വിചാരങ്ങൾ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ അനുതാപത്തിൻ്റെ വരങ്ങൾ കൊണ്ട് പ്രത്യേകം നിറയ്ക്കണമേ എന്ന് ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് യോനായുടെ പുസ്തകത്തിലേക്ക് പ്രത്യേകമായിട്ട് കടന്നു വരാം. ബൈബിൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ യോനായുടെ പുസ്തകം നിങ്ങളെടുത്തു വച്ചാൽ യോനായുടെ ജീവിതത്തിലൂടെ നമ്മൾ ഈ 3 ദിവസങ്ങളിൽ പ്രത്യേകമായി യാത്ര ചെയ്യുകയാണ്. യോന ഒരു പ്രതീകമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, പുതിയ നിയമത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് യോനായുടെ പുസ്തകത്തെ നമുക്കെപ്പോഴും ബന്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും. 3 ദിവസങ്ങളിൽ 3 തലങ്ങളിലായിട്ടാണ് നമ്മൾ ഈ ധ്യാന ചിന്തകളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത്. വെറും 4 അധ്യായങ്ങൾ മാത്രമാണ് ഈ പുസ്തകത്തിലുള്ളത് എന്ന് നമുക്കറിയാം. നമുക്കേറെ ഇഷ്ടപ്പെട്ട, പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന കഥയാണ് യോനായുടെ ജീവിതം. എന്നെയും എൻ്റെ ചെറുപ്പത്തിൽ വളരെ ആകർഷിച്ച ഒരു സംഭവമാണ് യോനായുടെ കഥ. നമുക്ക് വായിക്കും തോറും കൂടുതൽ താല്പര്യം വരുന്ന, കേൾക്കുമ്പോൾ ലളിതമെന്ന് തോന്നുന്ന, പക്ഷേ പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ രക്ഷാകര ജീവിതവുമായി ഏറെ ബന്ധമുള്ള, ഈശോ തന്നെ പലതവണ ഈ യോന പ്രവാചകനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു പരമ്പര അത് വളരെ ക്രിസ്തീയ ജീവിതവുമായി വളരെ ബന്ധമുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ യോനായുടെ ജീവിതത്തിലൂടെ നമ്മളെ തന്നെ യോനായായി സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിനു മുൻപ് ഈ പുസ്തകത്തിൻ്റെ ചില പശ്ചാത്തലങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് യോനായുടെ ജീവിതത്തെപ്പറ്റി മനസ്സിലാക്കാൻ നമുക്കേറെ സഹായകരമാണ്. അപ്പോൾ 3 ദിവസങ്ങളിൽ നമ്മൾ ആദ്യത്തെ ഈ ദിവസം കാണുന്നത് ദൈവത്തിൽ നിന്ന് ഒളിച്ചോടുന്ന യോനായാണ്. ഒരു നിയോഗം ലഭിച്ചവനാണ്, ഒരു ദൈവവിളി ലഭിച്ചവനാണ്, ഒരു സുവിശേഷ ശുശ്രൂഷ നടത്താൻ വരം ലഭിച്ചവനാണ്. പക്ഷേ അവൻ്റെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട്, അവൻ്റേതായ ചില ചിന്തകൾ കൊണ്ട് മറ്റൊരു ദേശത്തേക്ക് ഓടിപ്പോകുന്നു. അത് നമുക്കറിയാം. നിനവേക്ക് പോകാൻ പറയുന്നു, താർസീസിലേക്കുള്ള കപ്പലിൽ അവൻ പ്രവേശിക്കുന്നു. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന യോന. 2ാമത്തെ ദിവസം നമ്മൾ കാണുന്നത് ദൈവത്തിലേക്ക് തിരികെ വരുന്ന ഒരു യോനയുടെ ചിത്രമുണ്ട്. 3ാമത്തെ ദിവസം നമ്മൾ കാണുന്നത് ദൈവത്തേക്കാൾ മുന്നിലോടുന്ന ഒരു യോനായാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകലുന്ന യോന, ദൈവത്തിലേക്ക് തിരിച്ചു വരുന്ന യോന, ദൈവത്തേക്കാൾ മുന്നിലോടുന്ന യോന. അങ്ങനെയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. അപ്പോൾ ഈ യോനായുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങളിൽ ഇസ്രായേലിലെ രാജാവായ ജെറോബോവാം 2-ാമൻ്റെ കാലത്ത് പ്രത്യക്ഷപ്പെടുന്ന, പ്രത്യേകിച്ച് ഏലീഷായ്ക്കൊക്കെ ശേഷം ഇസ്രായേലിൽ പ്രവചന ശുശ്രൂഷ നടത്തുന്ന ഒരാളാണ് യോന. യോന എന്ന വാക്കിൻ്റെ അർത്ഥം പ്രാവെന്നാണ്. അമത്യായുടെ പുത്രനായ യോന എന്നാണ് ബൈബിളിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അമത്യായുടെ പുത്രനായ യോന എന്ന് പറഞ്ഞാൽ അതിനെ പണ്ഡിതന്മാർ പറയുന്നത് വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും വെള്ളരിപ്രാവെന്നാണ്. അപ്പോൾ യോനയുടെ പേര് നിസ്സാരമല്ല. യോന എന്ന് പറയുന്ന ആ പേരിൽ തന്നെ നമുക്കറിയാവുന്നതുപോലെ പേരിൽ ഒരു നിയോഗമുണ്ട്. പഴയ നിയമത്തിൽ ഓരോരുത്തരെയും വിളിക്കുമ്പോൾ ദൈവം ഓരോ പേരുകൾ കൊടുക്കുന്നു. യാക്കോബ് ഇസ്രായേലായിട്ട് മാറുന്നുണ്ട്.
അബ്രഹാമായി മാറുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പേരുകൾ അവരുടെ ജീവിത നിയോഗവുമായി ബന്ധപ്പെട്ട് നൽകുകയാണ്. യോന എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം വിശ്വസ്തതയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ വെള്ളരിപ്രാവെന്നാണ്. അപ്പോൾ അത്രമാത്രം ദൈവം പദ്ധതിയിട്ട് വിളിച്ച ഒരു മനുഷ്യനാണ്. ദൈവത്തിന് എന്തൊക്കെയോ ചില സ്വപ്നങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് പൂർത്തിയാക്കാനുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ആ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം വിളിച്ചു ചേർത്ത ഒരാളായിരുന്നു യോന. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോനായെ പറ്റി കർത്താവ് തന്നെ പറയുന്നുണ്ട്. അവിശ്വസ്തമായ വഴിപിഴച്ച തലമുറ, യോനായേക്കാൾ വലിയൊരു അടയാളം ഇനി ഇവർക്ക് നൽകപ്പെടാനില്ല എന്നൊക്കെ മത്തായി സുവിശേഷം 12-ാം അധ്യായം 38-ാം തിരുവചനം, അതുപോലെ തന്നെ ലൂക്ക 11:29 വചനങ്ങളിലൊക്കെ യോനായെ പറ്റിയുള്ള റെഫറൻസ് നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈശോ പോലും റെഫർ ചെയ്യുന്ന ഒരു പ്രവാചകനാണ് യോന. അത്രമാത്രം ക്വാളിറ്റി ഉള്ളവനായിരുന്നു അവൻ. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് അവിശ്വസ്തമായ തലമുറയ്ക്കുള്ള ഒരു അടയാളമായിട്ടാണ് ദൈവം യോനായെ വിളിച്ചത്. നമ്മെ ഓരോരുത്തരെയും ഈ കാലഘട്ടത്തിൽ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരടയാളമായി മാറാനാണ്. പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ ഓരോ ദിവസവും കാണുന്ന വാർത്തകൾ അത്ര സുഖകരമായ വാർത്തകളല്ലല്ലോ. ഒരിക്കലും നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത, അനുതാപമില്ലാത്ത, മനുഷ്യനെ തിരിച്ചറിയാത്ത ഒരു ലോകത്തിലായിരിക്കുമ്പോഴാണ് നമ്മൾ ഈ 3 നോമ്പിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങൾ ഏത് രാജ്യത്തിലായിരുന്നാലും ഭൂമിയുടെ ഏത് കോണുകളിലായിരുന്നാലും അവിശ്വസ്തതയ്ക്കുള്ള ഒരു എതിർസാക്ഷ്യമായി എന്ന് പറഞ്ഞാൽ വിശ്വസ്തതയുടെ അടയാളമായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇനി യോനായെ ദൈവം വിളിക്കുമ്പോൾ യോനായ്ക്കൊട്ടും സുരക്ഷിതമല്ലാത്തൊരു സ്ഥലത്തേക്കാണ് ദൈവം യോനായെ വിളിക്കുന്നത്. നിനവെ പട്ടണത്തിൽ പ്രസംഗിക്കാനായിട്ടാണ്. മഹാനഗരമായ നിനവയിലേക്ക് നീ പോകൂ എന്നാണ് വചനം പറയുന്നത്. മഹാനഗരം, അവിടെ ഒത്തിരി പാപങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിനവെ വാസികളുടെ പാപം എന്ന് പറയുന്നത് മന്ത്രവാദം, ആഭിചാരം, അതുപോലെയുള്ള നരബലി, അങ്ങനെയുള്ള മഹാമ്ലേച്ഛതകൾ നിലനിന്നിരുന്ന നിനവെ പട്ടണത്തിലേക്ക്, ഒരു മഹാനഗരത്തിലേക്ക്, ദൈവം പോലും മഹാനഗരമെന്ന് വിശേഷിച്ചിരുന്ന ഒരു പ്രദേശത്തേക്കാണ് യോനായെ വിടുന്നത്. ഒരു നിസ്സാരപ്പെട്ട സ്ഥലമല്ലത്, ഒരു ഉന്നതമായൊരു സ്ഥലമാണ്. വളരെ പ്രാധാന്യമുള്ള, പ്രത്യേകിച്ച് അസീറിയൻ എംപറിൻ്റെ ഒരു തലസ്ഥാനമായിരുന്നൊരു സ്ഥലമാണത്. അങ്ങനെ ഒരുപാട് ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ യോന പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഈ സ്ഥലമാണ് പിന്നീട് ഗലീല എന്നറിയപ്പെടുന്നത്. അവിടെയാണല്ലോ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ നാളുകളേറെ ചെലവഴിക്കപ്പെടുന്നത്, ഗലീലിയൻ. അങ്ങനെ ഒത്തിരി യേശുവുമായിട്ടുള്ള ഒരു ബന്ധം, യേശുവിന് വഴിയൊരുക്കാൻ വന്ന യോഹന്നാനെ പോലെ പഴയ നിയമത്തിൽ യേശുവുമായിട്ട് വളരെ സാദൃശ്യമുള്ള ഒരു പ്രവാചകനാണ് യോന പ്രവാചകൻ. അപ്പം ഞാനിത് പറഞ്ഞത്, മൊത്തത്തിൽ യോനായെ ദൈവം ഒരു വലിയ മനുഷ്യനായിട്ട് വിളിച്ചു. അവൻ്റെ ചരിത്ര പശ്ചാത്തലം, അവൻ ജീവിക്കുന്ന ഇടങ്ങൾ, അവൻ്റെ പേര്, അവൻ്റെ നിയോഗങ്ങൾ, ഇതെല്ലാം ദൈവം വളരെ സൂക്ഷ്മമായി അപഗ്രഥനം ചെയ്ത് ഒരു വലിയ ദൈവ നിയോഗത്തിനു വേണ്ടി വിളിച്ചിരിക്കുന്ന ആളാണ്. പക്ഷെ എന്തുകൊണ്ടോ യോന ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്ന പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഇവിടെ വിജാതീയരായിട്ടുള്ള ആളുകൾ യോനായെപ്പോലെ ദൈവവചനം കേൾക്കുകയോ ദൈവത്തെ അറിയുകയോ ചെയ്യാൻ അവസരമില്ലാതിരുന്ന, ഭാഗ്യമില്ലാതിരുന്ന വിജാതീയരായ ആളുകൾ പോലും കർത്താവിനെ ഏറ്റുപറയുന്ന ഒരു സ്ഥലത്ത് യോന ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. 2 ഭാഗങ്ങളിലായിട്ട് നമുക്കിത് കാണാൻ സാധിക്കും. ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് താൻ കയറിയ താർസീസിലേക്കുള്ള കപ്പൽ അത് മുഴുവൻ ഇങ്ങനെ ആടി ഉലയുമ്പോൾ അതിൻ്റെ ക്യാപ്റ്റൻ വന്ന് ചോദിക്കുന്നുണ്ട്, ആര് മൂലമാണിത് വന്നത്? അപ്പോൾ ഒടുവിൽ യോനായുമായിട്ടുള്ള സംഭാഷണമൊക്കെ നടന്ന് യോനായെ എടുത്ത് കടലിലേക്ക് എറിയുന്നുണ്ട്. ആ സമയത്ത് ആ കപ്പലിലുള്ള ആളുകൾ കർത്താവിനെ ആരാധിച്ചതായിട്ട് നമ്മളിതിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ വിജാതീയരായിട്ടുള്ള ആളുകൾ പോലും ദൈവത്തെ ആരാധിച്ചു. ഒടുവിൽ യോന മാനസാന്തരപ്പെട്ട് താർസീസിലേക്ക് പോയി പ്രസംഗിച്ച് കഴിയുമ്പോൾ താർസീസിലുള്ള ആളുകൾ, വിജാതീയരായിട്ടുള്ള ആളുകൾ മാനസാന്തരപ്പെടുന്നു. അപ്പോൾ വിജാതീയരായിട്ടുള്ള ആളുകൾ പോലും ദൈവത്തെ അറിയുകയും ദൈവവചനം കേൾക്കുകയും മാനസാന്തരപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയത്ത് യേശുവിനെ അറിയാനും മാമോദീസ വെള്ളം കൊണ്ട് കഴുകപ്പെടാനും ഭാഗ്യം ലഭിച്ച ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതാണ് ഈ 3 നോമ്പ് നമ്മുടെ നേരെ ചോദിക്കുന്ന ഒരു ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ചിന്ത ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന യോനായാണ്. അതായത് നിനവെ എന്ന് പറയുന്നൊരു പട്ടണത്തിൽ ഒരു വലിയ പാപം, അല്ലെങ്കിൽ പാപത്തിൻ്റെ വലിയൊരു സ്വാധീനം ഇങ്ങനെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ആ
ആ സമയത്ത് ആ ജനത്തിൻ്റെ ദുഷ്ടത അതിൻ്റെ പരിധി വിട്ട് കഴിയുമ്പോൾ, പഴയ നിയമത്തിൽ മുഴുവൻ നമ്മളത് കാണുന്നുണ്ട്, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ പാപം ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ ദൈവം ഇടപെടാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ജനത്തിൻ്റെ ഒരു നിലവിളി അവിടെ കിടക്കുകയാണ്. ജനത്തിൻ്റെ നിലവിളിക്ക് ഉത്തരം ഒരു ദൈവവിളിയാണ്. ജനം നിലവിളിക്കുമ്പോഴാണ് ഒരു ദൈവവിളി ഉണ്ടാകുന്നത്. ഞാനെന്ന് പറയുന്നൊരു പുരോഹിതൻ സഭയിലെ ശുശ്രൂഷകനായി വിളിക്കപ്പെട്ടത് ആരൊക്കെയോ ചില ആളുകൾ ദൈവജനത്തിൻ്റെ നിലവിളിയാണ്. അങ്ങനെ എല്ലാ ദൈവവിളികൾക്ക് പിന്നിലും ഒരു നിലവിളിയുണ്ട്. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മോശെ വിളിക്കുന്ന തൊട്ട് മുൻപ് ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി ദൈവസന്നിധിയിലേക്ക് എത്തി. അങ്ങനെ ഒരു നിലവിളിക്ക് ഉത്തരമാണ് ഒരു ദൈവവിളി. അപ്പോൾ ദൈവം ഈ നിലവിളി പരിഗണിക്കുന്നവനാണ്, അത് കേൾക്കാതെ പോകുന്ന ഒരാളല്ല. അപ്പോൾ നിനവേ വാസികൾ ഇങ്ങനെ നിലവിളിച്ചപ്പോൾ യോനായെയാണ് ദൈവം യോഗ്യനായി കണ്ടത്. ഓരോ ദേശത്തും അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും ഒരു നിയോഗം ദൈവം കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കതിനുള്ള യോഗ്യത ദൈവം തന്നിട്ടാണ് ഒരു ദൈവവിളിയിലേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുപോകുന്നത്. പക്ഷേ യോനായ്ക്കത് മനസ്സിലായില്ല. കാരണം എന്തെന്നറിയാമോ? യോന ഈ നിനവേ വാസികളെ പറ്റി യോനായ്ക്കുണ്ടായിരുന്ന ഒരു മുൻധാരണ അതായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് യോന നിനവയിലേക്ക് പോകാതിരുന്നതെന്ന് ചോദിച്ചാൽ, ദൂരം കൂടിയത് കൊണ്ടല്ല, അവിടെ മറ്റ് സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ആ യോനയ്ക്ക് ഈ നിനവേ വാസികളെ പറ്റി ഉണ്ടായിരുന്ന ഒരു ധാരണയുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. കാരണം ഇസ്രായേലിൻ്റെ ഒരു ശത്രു രാജ്യമാണ് ഈ നിനവേ എന്ന് പറയുന്നത്. മാത്രമല്ല അവരൊരുപാട് വിഗ്രഹാരാധന ചെയ്യുന്ന ആളുകളാണ്, ഏകദൈവത്തെ ആരാധിക്കാത്ത ആളുകളാണ്. അത് യോനായ്ക്കറിയാം. യോന സത്യദൈവത്തെ ആരാധിക്കുന്ന ആളാണല്ലോ. തൊട്ടടുത്തുള്ള ഈ ഇസ്രായേലിൻ്റെ ശത്രു രാജ്യമായിട്ടാണ് നിനവേ കണക്കാക്കപ്പെടുന്നത്. തിന്മയുടെ ഒരു പ്രഭവ കേന്ദ്രമായിട്ടാണ് ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അങ്ങനെ തിന്മ നിറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ദൈവം കണ്ണടയ്ക്കുകയല്ല. ദൈവം ശക്തനായ ഒരു വ്യക്തിയെ ഒരു ദൈവാരാധനയുള്ള മണ്ണിൽ നിന്ന് ഉയർത്തുകയാണ്. ദൈവവിളികളെ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. സഭയിലെ ശുശ്രൂഷകളെ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അവിശ്വസ്തമായ ഒരു ജനം താമസിക്കുന്ന ഒരു സ്ഥലത്ത് ദൈവരാജ്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന ശുശ്രൂഷകരായി തീരാനാണ്. അതുകൊണ്ട് ഈ 3 നോമ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മുൻപിൽ ദൈവം ഒരു ദൈവവിളി, ഒരു ചലഞ്ച് ഇട്ടിട്ടുണ്ട്. അത് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇവിടെ ഈ യോന ദൈവസന്നിധിയിൽ നിന്ന് ഓടിയകന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഒരു നിയോഗം ലഭിച്ചവൻ ഓടിയകന്നു. ഈ ഓടിയകന്നു എന്നുള്ള പ്രയോഗം നിങ്ങളൊരു പക്ഷേ നേരത്തെ കേട്ടിട്ടുണ്ടാകാം. കായേൻ ദൈവസന്നിധിയിൽ നിന്ന് ഓടിയകന്നു. ഹീബ്രു ബൈബിളിൽ 16ഓളം തവണ ദൈവത്തിൽ നിന്ന് ഓടിയകുന്ന സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ടതാണ് കായേനെ പോലെ തന്നെ. അവനും കായേനും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? കൊലപാതകം ചെയ്ത കായേനെ പോലെ തിന്മയ്ക്ക് ജനത്തെ വിട്ടുകൊടുത്ത് ഓടി ഒളിച്ചിരിക്കുന്ന പ്രവാചകൻ, ഒരു കപ്പലിൻ്റെ അടിത്തട്ടിൽ സുഖമായി കിടന്നുറങ്ങുന്നവൻ, നിസ്സംഗതയുടെ പര്യായമായി മാറിയവൻ. ഞാനിതൊക്കെ പറയുമ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ ഉള്ളിൽ ഈ ഒരു ഇൻഡിഫറൻസ്, ഈ ഒരു നിർമ്മമത, എന്തൊക്കെ സംഭവിച്ചാലും എനിക്കെന്താണ്, ആരൊക്കെ മരിച്ചു വീണാലും എനിക്കെന്താണ്, ആരൊക്കെ തിന്മയിലേക്ക് പോയാലും, എത്ര കുട്ടികൾ ലഹരി കേന്ദ്രങ്ങളിലെത്തിയാലും, എത്ര പേർ ജഡികാസക്തികളിൽ ജീവിച്ചാലും, എത്ര മരണങ്ങൾ നടന്നാലും, കൊലപാതകങ്ങൾ നടന്നാലും എനിക്കെന്താണ് എന്നൊരു ചിന്ത, എൻ്റെ വീട്ടിലൊന്നും സംഭവിച്ചില്ലല്ലോ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. അതൊന്ന് മാറാനുള്ള ഒരു നിയോഗം കൂടി ഈ ദിവസം നമുക്ക് നൽകപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ യോന ഈ കപ്പലിലേക്ക് കയറിയപ്പോൾ ദൈവം ആഗ്രഹിക്കാതെയാണ് അദ്ദേഹം താർസീസിലേക്കുള്ള കപ്പലിലേക്ക് കയറിയത്. ശരിക്കും നിനവയിലേക്ക് പോകാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം താർസീസിലേക്ക് പോകാൻ ഉള്ള കപ്പലെടുക്കും. എങ്കിലും നിനവയിലേക്കുള്ള യാത്ര മറന്ന് താർസീസിലേക്ക് അവൻ കയറുകയാണ്. താർസീസിലേക്കുള്ള കപ്പൽ കയറിയപ്പോൾ തന്നെ ആ കപ്പലിൻ്റെ അടിത്തട്ടിലേക്ക് അവൻ പോയി ഗോതമ്പ് ചാക്കുകൾക്കിടയിൽ പോയി കിടന്നുറങ്ങി. അപ്പോൾ അടിത്തട്ടിലേക്ക് പോയി കിടന്നുറങ്ങി എന്ന് പറഞ്ഞാൽ അത് ബോധപൂർവമായ ഒരു ഒളിച്ചോട്ടമാണ്. ഒളിച്ചോടാൻ വേണ്ടി ഒളിച്ചോടിയതല്ല, മറിച്ച് ബോധപൂർവമായ ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുവാനുള്ള ഒരിടം. അങ്ങനെ നമുക്ക് ഓടി ഒളിക്കുവാൻ സാധിക്കുമോ? മനുഷ്യരെ കബളിപ്പിക്കാൻ സാധിക്കും, പക്ഷെ ദൈവത്തെ കബളിപ്പിക്കാൻ കഴിയുമോ? സങ്കീർത്തനങ്ങൾ 139 അധ്യായം അതിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ സമയം കിട്ടുമ്പോൾ നിങ്ങളത് വായിച്ചു നോക്കുന്നതാണ്. എല്ലാം കാണുന്ന ഒരു ദൈവം എന്നാണ് അതിൻ്റെ ഹെഡിങ്. ഞാൻ പാതാളത്തിലേക്ക് ഇറങ്ങിയാൽ കർത്താവ് അവിടെയുണ്ട്. ഞാൻ ആകാശത്തിൻ്റെ മേലെ കിടക്ക വിരിച്ചാൽ കർത്താവ് അവിടെയുണ്ട്. ഞാൻ എവിടേക്ക് പോയാലും അവിടെയുണ്ട്. ഒരു വാക്കെൻ്റെ നാവിൻ തുമ്പിൽ എത്തുന്നതിന് മുൻപ് തന്നെ
കർത്താവെ അത് അവിടുന്ന് അറിയുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാം കാണുന്ന അറിയുന്നൊരു ദൈവമാണ്. എത്ര അടിത്തട്ടിലേക്ക് നമ്മൾ പോയാലും ആ ശ്രമങ്ങൾ വിഫലമായി പോവുകയുള്ളൂ. അങ്ങനെ യോനയുടെ അടുത്തേക്ക് ഈ കപ്പിത്താൻ എത്തി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആടി ഉലയുന്നത്? അവർക്ക് ഒരിക്കലും ഇത് പരിചിതമല്ല. അവർക്ക് എത്ര ശ്രമിച്ചിട്ടും ഈ കപ്പൽ നിയന്ത്രണത്തിലാക്കാൻ സാധിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കാത്തിടത്തേക്ക് പോകുന്ന ശുശ്രൂഷകൻ, ദൈവം ആഗ്രഹിക്കാത്ത ഇടങ്ങളിലേക്ക് പോകുന്ന വ്യക്തികൾ, പോകുന്ന ഇടങ്ങളിൽ തിരമാലകൾ അടിച്ചുയരും, അവിടെ സ്വസ്ഥതയുണ്ടാവുകയില്ല. ദൈവം പറയാത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നവൻ, ഇസ്രായേലിൻ്റെ ദൈവമായ പരിശുദ്ധനോട് ആലോചന ചോദിക്കാതെ പോകുന്നവർക്ക് ദുരിതം എന്നാണ് യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ദൈവത്തിൽ നിന്ന് ഓടിയകലുന്ന മനുഷ്യനെ കപ്പിത്താനും മറ്റെല്ലാവരും കൂടി എടുത്ത് പുറത്തേക്കെറിയുമ്പോൾ അതിനു മുൻപ് അവർ യോനായോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഉടനെ യോന പറയുന്ന മറുപടി 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. അതായത് അവൻ വളരെ ദൈവമായ കർത്താവിനെ പറ്റി വളരെ വ്യക്തമായി പറയുകയാണ്. എല്ലാം സൃഷ്ടിച്ച സർവശക്തനായ ദൈവം. അപ്പോൾ യോനായ്ക്ക് ദൈവത്തെ പറ്റിയുള്ള അറിവുണ്ട്. അറിവ് അനുഭവമായി മാറുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ദൈവത്തെ പറ്റിയുള്ള അറിവുകളുണ്ട്. ഒരുപാട് അറിവുകൾ നമ്മുടെ തലയ്ക്കകത്ത് കിടപ്പുണ്ട്. നമ്മൾ ഈ പരിസരങ്ങളിൽ നിന്ന് കേട്ടതും നമ്മൾ പരിശീലിച്ചതും നമ്മൾ അനുഭവിക്കുമായ പല കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്കകത്ത്, തലച്ചോറിനകത്ത് കിടപ്പുണ്ട്. പക്ഷേ അത് രക്ഷയിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? അതൊരു അനുഭവമായി മാറുമ്പോഴാണ്. ആ അനുഭവം യോനായ്ക്കില്ലാതെ പോയി. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നിനവയിലേക്ക് പോകേണ്ടവൻ താർസീസിലേക്ക് പോവുകയാണ്. ഈ നിനവെ എന്ന് പറയുന്നത് ഭൗതികമായ ഒരു കേന്ദ്രമാണ്, അതിഭൗതികത നിറഞ്ഞ ഒരു സ്ഥലമാണ്. പക്ഷേ അതിഭൗതികത നിറഞ്ഞു നിൽക്കുമ്പോഴും ആ വ്യക്തികൾക്ക് ഒരു പൂർണ്ണതയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിനേക്കാൾ ഉപരി ഒരു ആത്മീയ ബലത്തിലേക്ക് നമ്മൾ കടന്നു വന്നില്ലെങ്കിൽ ഭൗതിക നേട്ടങ്ങൾ കൊണ്ട് പ്രയോജനമില്ല എന്നാണ് നിനവയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഒടുവിൽ അവൻ താർസീസിലേക്ക് ഓടിപ്പോകുന്നു. താർസീസ് എന്ന് പറയുന്നത് ഒരു പുതിയ ഏദൻ മനുഷ്യൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. ഒരു പുതിയ ഏദൻ, അതായത് പഴയ ദൈവം സൃഷ്ടിച്ച ഏദൻ നഷ്ടപ്പെടുത്തിയ ആളുകൾ പുതിയ ഒരു ഏദൻ അവരുടേതായ രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിനുള്ളൊരു മറുപടി കൂടിയാണ് ഈ വേദഭാഗം. പ്രിയപ്പെട്ടവരെ, ദൈവം നൽകിയ ജീവിതം ഉപേക്ഷിച്ച്, ദൈവത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഉപേക്ഷിച്ച് നമ്മൾ നമ്മുടേതായ ഒരു വഴി തിരഞ്ഞെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. നമ്മൾ നമ്മുടേതായ ഒരേദൻ തോട്ടം സൃഷ്ടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അത് അപകടകരമാണ് എന്ന് ഈ വചനം ഓർപ്പിക്കുകയാണ്. നമ്മുടെ ഈ ദിവസത്തെ ധ്യാനത്തിൽ യോന ഒത്തിരി ബലഹീനതകളുള്ള മനുഷ്യനാണ്. അതിനൊരു മറുവശമുണ്ട്. ഒരുപാട് ബലഹീനതകളുള്ള മനുഷ്യനാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ഡിസൊബീഡിയൻ്റ് ആയിരുന്നു, എന്നാൽ അനുസരണമില്ലാത്തവനാണ്. ദൈവം പറഞ്ഞപ്പോൾ വലത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഇടത്തോട്ട് പോയവനാണ്. ഒരു ഡിസൊബീഡിയൻ്റ് ആണ്. രണ്ടാമത്തത്, നിനവേ വാസികളോടൊരു കരുണയില്ലാത്തവനാണ്. അവന് കരുണ തോന്നിയില്ല നിനവേ വാസികളോട്. അവരെങ്ങനെയും നശിച്ചു പൊക്കോട്ടെ എന്ന് കരുതി, കരുണയില്ലാത്തവൻ. മൂന്നാമത്തത്, ഒരു പരാതി പറയുന്നവനാണ്. 3-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. 3-4 അധ്യായങ്ങളിൽ ഒരുപാട് പരാതി പറയുന്ന ഒരാളായിട്ടാണ് യോനായെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ചില സംഭവങ്ങളുണ്ട്. എന്നാൽ ഈ പരാതികൾ അല്ലെങ്കിൽ ഈ കുറവുകൾ, യോനായ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷകൻ്റെ കുറവുകൾ വചനം എടുത്തു കാണിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവുകളും ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ബൈബിളിൻ്റെ പ്രത്യേകത. ഒരു വ്യക്തിയുടെ നന്മയും തിന്മയും പറയുന്ന പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. എന്താണ് യോനായുടെ ഗുണങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ, ഒരു തെറ്റ് പറ്റിയപ്പോൾ അത് ഏറ്റുപറയുന്നു. ഞാൻ കാരണമാണ് ഈ കടൽ അസ്വസ്ഥമായത്, എന്നെ എടുത്തെറിയൂ. ഇനി അവൻ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അത് നമ്മൾ നാളെ കാണും. തിരിച്ചു വരുന്ന ഒരു യോനായെ നമ്മൾ കാണുന്നുണ്ട്. ഇനി പശ്ചാത്തപിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്. പശ്ചാത്തപിക്കുന്നൊരു മനുഷ്യൻ. ഇതൊക്കെ യോനായുടെ ഗുണങ്ങളാണ്. അതായത് ഇവിടെ നിന്ന് എനിക്ക് പറയാനുള്ള, നിങ്ങളോട് പങ്കുവെക്കാനുള്ളൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കുറവുകളുണ്ട്. ഞാനും നിങ്ങളും കുറവുകളുള്ള മനുഷ്യരാണ്. റോമാലേഖനം 3-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, എല്ലാവരും പാപികളാണ്, നീതിമാനായ ആരുമില്ല, എല്ലാവരുടെയും തൊണ്ട തുറന്ന ശവക്കുഴിയാണെന്നൊക്കെയാണ് നമ്മൾ ആ വചനഭാഗത്ത് വായിക്കുന്നത്. പക്ഷെ കുറവുകളുള്ള നമ്മെ, ബലഹീനതകളുള്ള നമ്മെ പരിശുദ്ധാത്മ അഭിഷേകം നൽകി ശുശ്രൂഷയിലേക്ക് വിളിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പിതൃഭാവത്തെ യോനായുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഒരുപാട് കുറവുകളും ബലഹീനതകളും ഒക്കെ ഉണ്ടായിട്ടും
വലിയ പേരുദോഷം ദൈവത്തിന് തന്നെ ഇവനെ കൊണ്ടുണ്ടായി. എന്നിട്ടും ദൈവം എന്ത് ചെയ്യുകയാണ്? ഇവനെ തൻ്റെ ശുശ്രൂഷയ്ക്ക് യോഗ്യനായി കാണുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യോന ഒരു റെസിസ്റ്റൻ്റ് പ്രോഫറ്റാണ്. അങ്ങനെയുള്ള ഒത്തിരി പ്രവാചകന്മാരെ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. മോശ ഒരു റെസിസ്റ്റൻ്റ് പ്രോഫറ്റാണ്. അയ്യോ, ഞാൻ വിക്കനാണ്, എനിക്കിതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞ് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലരും, ജെറമിയ, ഞാൻ ബാലനാണ്, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ കൂട്ടത്തിൽ പെടുന്ന എന്ത് കാര്യത്തിനും ഇങ്ങനെ ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾക്ക് എനിക്ക് പറ്റില്ല എന്ന് ആദ്യം പറയുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ് യോന. അത് ശരിക്കും നമുക്ക് ജീവിതത്തിലേക്ക് കൃപകൾ വരുന്നതിന് തടസ്സമാണ്. നമ്മൾ ചെയ്യുന്ന ആത്മീയ ശുശ്രൂഷകൾ, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അത് നമുക്കൊരിക്കലും പറ്റില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളെ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഈ ദിവസം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ചാക്കിൽ കിടന്ന് ഉറങ്ങി എന്നൊക്കെ പറഞ്ഞാൽ നിസ്സംഗതയുടെ അങ്ങേയറ്റമാണ്. ദൈവം വിളിച്ചൊരു സ്ഥലത്തേക്ക് പോകാതെ ഗോതമ്പ് ചാക്കുകൾക്കിടയിൽ ആരൊക്കെയോ ചേർന്ന് നടത്തുന്ന ഒരു യാത്രയിൽ പങ്കാളികളായി ഏറ്റവും അടുത്തട്ടിൽ പോയി എല്ലാം ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്ന ഒരു മനോഭാവം. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ജെറുസലേമിൻ്റെ മതിലുകൾ തകർന്നു കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ ഉറങ്ങും, ഞാൻ എങ്ങനെ എൻ്റെ കിന്നരങ്ങൾ മീട്ടി ഒരു ഗാനം ആലപിക്കും. സമൂഹം മുഴുവൻ, നമ്മുടെ ചുറ്റുപാടുകൾ മുഴുവൻ ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കെങ്ങനെയാണ് ഉറങ്ങാൻ സാധിക്കുന്നത്? അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ആർക്കും ഓടി ഒളിക്കുവാൻ സാധിക്കുകയില്ല. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാനായിട്ടാണ്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നിങ്ങൾ മാറുന്നുണ്ടോ? ആത്മീയത മറയാക്കി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറുന്ന ഒരുപാട് പേരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അത് തെറ്റായ ഒരു കാര്യമാണ്. ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ ആത്മീയതയെ ഒരു മറയാക്കി ജീവിക്കുന്നവർ, അത് തെറ്റായ ഒരു കാര്യമാണ്. ഇനി ലോകത്തിൽ എന്ത് സംഭവിച്ചാലും, ചുറ്റുപാടുകളിൽ എന്ത് സംഭവിച്ചാലും എനിക്കതൊരു പ്രശ്നമല്ല എന്ന് കരുതി ചിന്തിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ചിത്രമാണ് യോനായുടെ ജീവിതം. എൻ്റെയും നിങ്ങളുടെയും പ്രതിനിധിയാണ് യോന. ദൈവം വിളിച്ച വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടോ? ദൈവം ആഗ്രഹിച്ച ഒരു സൗന്ദര്യത്തിലൂടെ നടന്നു പോകാനും ജീവിതത്തിൽ ഒരു സമർപ്പണം നടത്തി ദൈവത്തെ ഒന്നാമത്തെ സ്ഥാനത്ത് കണ്ട് മുന്നോട്ട് പോകുന്നതിന് നമുക്ക് തടസ്സം വന്നിട്ടുണ്ടോ? നമ്മുടെ ബുദ്ധിയുടെ കെട്ടുകൾ, നമ്മുടേതായ ചിന്തകൾ, വിചാരങ്ങൾ കൊണ്ട് താർസീസിലേക്ക് പോകുന്ന കപ്പലിൽ ഓടിക്കയറാനും ആ കപ്പലിൻ്റെ അടിത്തട്ടിൽ പോയി ഒന്നും അറിയാതെ ഗോതമ്പ് ചാക്കുകൾക്കിടയിൽ കിടന്ന് സുഖസുഷുപ്തിയിൽ മുഴുകുവാനുമാണോ നമ്മൾ പരിശ്രമിച്ചിട്ടുള്ളത്? നമ്മളെ കാത്തിരിക്കുന്ന അനേകം ആളുകൾ നമ്മുടെ വയലേലകളിലുണ്ട്. നമ്മളിലൂടെ സൗഖ്യപ്പെടേണ്ട അനേകം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ട്, വിഷമിക്കണ്ട എന്നൊരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്ന എത്രയോ പേരെ ആശുപത്രി പരിസരങ്ങളിൽ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. കർത്താവ് കൂടെയുണ്ട്, സങ്കടപ്പെടണ്ട എന്നൊരു വാക്ക് പറഞ്ഞാൽ മാനസാന്തരപ്പെടുന്ന എത്രയോ ജീവിതങ്ങൾ തടവറകളുടെ, ജയിലറകളുടെ ഇരുട്ടറകളിൽ നമ്മെപ്പോലെയുള്ളവരുടെ വെളിച്ചവും കാത്തു കിടക്കുന്നുണ്ട് എന്നറിയുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് ഓടാമെങ്കിലും ഒളിക്കാൻ കഴിയുകയില്ല. ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ഓടാമെങ്കിലും ഒരിക്കലും ഒളിക്കുവാൻ കഴിയുകയില്ല. ഈ ഒരു അനുഭവം, യോനായുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. തുടർന്നൊരു വലിയ മത്സ്യം യോനായെ വിഴുങ്ങുന്നുണ്ട്. അതിനെപ്പറ്റി എസെക്കിയേലിൻ്റെ പുസ്തകം 29-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ വിഴുങ്ങപ്പെട്ടു. ബാബിലോണിൻ്റെയും ഈജിപ്തിൻ്റെയും അടിമത്തത്തിലകപ്പെട്ട ഇസ്രായേലിൻ്റെ ഒരു ചിത്രമാണ് നാം അതിലൂടെ മനസ്സിലാക്കുന്നത്. ഈ യോനായെ വിഴുങ്ങിയ ആ മഹാ മത്സ്യം അല്ലെങ്കിൽ തിമിംഗലം എന്ന് പറയുന്ന ഈ വലിയ ജീവി, ഇതൊരു അടിമത്തത്തിൻ്റെ പ്രതീകമാണ്. അത് കർത്താവിൻ്റെ മുൻരൂപമാണ് എന്ന് നമുക്കറിയാം. കർത്താവ് 3 ദിവസം പാതാളത്തിനുള്ളിൽ ആയിരുന്ന് മരിച്ചവരോട് സുവിശേഷം പറയപ്പെട്ടതുമായിട്ട് പിതാക്കന്മാർ ഇതിനെ ബന്ധിപ്പിച്ച് പറയുന്നുണ്ട്. അവൻ കടലിൻ്റെ അടിത്തട്ടിലേക്ക് മുങ്ങപ്പെട്ടത് മാമോദീസായിലൂടെ ക്രിസ്തുവിൽ മരിച്ചവരാണ് നമ്മളെന്നും ക്രിസ്തുവിൽ മരിച്ചവർ ക്രിസ്തുവിനോടുകൂടി ഉയർക്കുമെന്നും നമ്മൾ പഠിക്കണമെന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യോനായേക്കാൾ വലിയവൻ ഇതാ വന്നു കഴിഞ്ഞു എന്ന് യേശു പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ ആ വലിയ രക്ഷ അത് സ്വീകരിക്കുവാൻ നമുക്ക് ഓടി ഒളിക്കുവാൻ സാധിക്കുകയില്ല.
നഷ്ടപ്പെട്ട ഏദൻ തോട്ടങ്ങൾ തിരികെ തരാൻ ദൈവത്തിന് സാധിക്കും എന്ന് നാം മനസ്സിലാക്കണം. ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ഓടാമെങ്കിലും ഒളിക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നകന്ന് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. അതിനുള്ളൊരു ആത്മീയ കൃപ നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് യാചിക്കാം. തുടർന്ന് നമ്മൾ നടത്തുന്ന ആരാധനയിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുന്നത് ദൈവസന്നിധിയിൽ നിന്ന്, ദൈവം നമ്മളെ ഏൽപ്പിച്ച നല്ല നിയോഗങ്ങളിൽ നിന്ന് ഒരു ഭാര്യ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്ന നിലയിൽ, വൈദികൻ എന്ന നിലയിൽ, സന്യസ്ത എന്ന നിലയിൽ ഞാൻ ഓടിയിട്ടുണ്ടോ? ഞാൻ മാറി നടക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എൻ്റേതായ അടിത്തട്ടുകൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ടോ? തുടർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ദൈവമേ നിൻ പാതെ സർവമർപ്പിച്ചേകാം, എന്നേരവും സ്തുതി ആരാധന. കൺകുളിർക്കെ കാണാം, മനം തുറന്നേകാം, എന്നേരവും സ്തുതി ആരാധന. എല്ലാം അറിയും എൻ്റെ തമ്പുരാനെ, എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. ചേർന്ന് പാടട്ടെ. മർത്യനായി ഭൂവിൽ അവതരിച്ചവനെ, എന്നേരവും സ്തുതി ആരാധന. പുൽമത്തയിൽ പിറന്ന പൊന്നുണ്ണീശോയെ, എന്നേരവും സ്തുതി ആരാധന. തച്ചൻ്റെ മകനായി വളർന്ന ഈശോയെ, എന്നേരവും സ്തുതി ആരാധന. കന്യകാമേരിതൻ പ്രിയ സുതനേശുവേ, എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. ദൈവഹിതമറിവാൾ വ്യാഖ്യാനിച്ച ഗുരുവേ, എന്നേരവും സ്തുതി ആരാധന. ദൈവരാജ്യം ഭൂവിൽ സ്ഥാപിച്ച രാജാവേ, എന്നേരവും സ്തുതി ആരാധന. പാപികളെ അലിവാൻ ചേർത്തു വച്ചോരിടയാ, എന്നേരവും സ്തുതി ആരാധന. രോഗികൾക്കു സൗഖ്യം നൽകിയ നല്ലിടയാ, എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. ചേർന്ന് പാടട്ടെ. ആരാധന 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 ആരാധന.
കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ ഈ സമയമായിരിക്കുന്നത്. യോനാ പ്രവാചകനെ പോലെ ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് ആ വിളിയിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടുണ്ടോ എന്ന് ഈ ആദ്യ രാത്രിയിൽ നമുക്ക് പ്രത്യേകം പരിശോധിക്കാം. കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യോനാ പ്രവാചകൻ ദൈവത്തിൻ്റെ വിളി ലഭിച്ചിട്ടും ദൈവത്തിൻ്റെ വചനം അവൻ്റെ അടുത്തേക്ക് വന്നിട്ടും അത് യഥാർത്ഥമായ രീതിയിൽ മനസ്സിലാക്കുവാൻ കഴിയാതെ അവൻ്റെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ അന്ധകാരം നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ആ അന്ധകാരത്തെ നീ എടുത്തു മാറ്റണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ ലോകത്തിലേറ്റവും വലിയ ഒരു സാന്നിധ്യത്തിൻ്റെ പേരാണ് ദിവ്യകാരുണ്യം. ലോകത്തിൽ ഒരാൾക്കും നൽകുവാൻ സാധിക്കാത്ത സമാധാനത്തിൻ്റെ സാന്നിധ്യമാണ് ദിവ്യകാരുണ്യം. ലോകത്തിൽ ഒരാൾക്കും തരുവാൻ കഴിയാത്ത കാരുണ്യത്തിൻ്റെ സാന്നിധ്യമാണ് ദിവ്യകാരുണ്യ സാന്നിധ്യം. ആ സാന്നിധ്യത്തെയാണ് നമ്മളിപ്പോൾ ആരാധിക്കുന്നത്. നമ്മളിപ്പോൾ എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും ഹൃദയത്തിലേക്ക് കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനും ദൈവവുമായി നമ്മൾ ഏറ്റുപറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സമയമാണ്. യോനായുടെ ജീവിതത്തിലേക്ക് വന്ന കർത്താവ് അവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നൽകിയെങ്കിലും അതിനെ സ്വീകരിക്കുവാനുള്ളൊരു അഭിഷേകം അവനുണ്ടായില്ല. ദൈവം നമ്മോട് സംസാരിക്കുന്നൊരു സമയമാണിത്. ഹൃദയം തുറന്ന് നമുക്ക് ദൈവത്തെ കേൾക്കാം. കണ്ണുകൾ തുറന്ന് നമുക്ക് ദൈവത്തെ കാണാം. അത്യുന്നതനായ ദൈവത്തിൻ്റെ കൂടാരം ഇതാ മനുഷ്യരോടുകൂടെ. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാലാഖമാരോട് ചേർന്ന് സകല വിശുദ്ധരോടും ചേർന്ന് നമ്മൾ കർത്താവിനെ ആരാധിക്കുകയാണ്. അത്യുന്നതനായ ദൈവമാണ്, രാജാവായ ദൈവമാണ്. അവന് തുടയിലും മേലങ്കിയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്. ദൈവവചനമെന്നാണ് അവൻ്റെ നാമം. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ചുറ്റും നിൽക്കുന്ന ആരെയും നിങ്ങൾ ശ്രദ്ധിക്കരുത്. ശക്തമായ അഭിഷേകം വ്യാപരിക്കുകയാണ്. ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. ജീവിതത്തെ പറ്റിയുള്ള നിയോഗങ്ങൾ കർത്താവ് നൽകുകയാണ്. അത്ഭുതമായൊരു വിടുതൽ ഈ കൂട്ടായ്മ മുഴുവനിലേക്ക്, കർത്താവെ, ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന മക്കളിലേക്ക് വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ ശക്തി വ്യാപരിക്കട്ടെ. ശക്തിയോടെ കരങ്ങളടിച്ച് ശക്തിയോടെ അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ. പുകഴ്ത്തിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. കരങ്ങൾ ഉയർത്തി ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഏകനാമം, രക്ഷകനായ യേശുവിന്റെ നാമം. ആ നാമത്തിലാണ്. സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് നൽകുന്നു.
നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്കുക. സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്കുക. ശക്തിയോടെ കരങ്ങളടിച്ച് വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താതി കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താതി കർത്താവിനെ. ആരാധിക്കാം ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ഉച്ചത്തിൽ വിളിക്കുന്ന യേശുവേ, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യോഹന്നാൻ 4:23 ആത്മാവിലും സത്യത്തിലും നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാനുള്ളൊരു അഭിഷേകം ഈ കൂട്ടായ്മയിൽ നിറയട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഏകസത്യവും ഏകദൈവവുമായ കർത്താവിനെ, വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശു ക്രിസ്തുവിനെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഓടുന്നത്. അവൻ നമുക്ക് വേണ്ടി കുരിശ് ക്ഷമയോടെ സഹിച്ചു. നമുക്ക് വേണ്ടി കുരിശിൽ അടിയേറ്റു. നമുക്ക് വേണ്ടി അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടു. നമുക്ക് വേണ്ടി അവൻ മരിച്ചു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷയായി മാറി. അഭിഷേകത്തോടെ കരങ്ങളടിച്ച് പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയിൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയിൽ പിടിച്ചെടുത്തു. പാവന നീണം തന്നു പാപത്തിൻ കറ പൊക്കി, പാവന നീണം തന്നു പാപത്തിൻ കറ പൊക്കി. രക്ഷിച്ചതാം നിന്നെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാം നിന്നെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കും. കരങ്ങളുയർത്തി ആരാധനയ്ക്ക് യോഗ്യതേ, ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. 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 ഉച്ചത്തിൽ വിളിക്കുന്ന യേശുവേ, പാപത്തിന്റെ സാഹചര്യങ്ങൾ വിട്ടുമാറട്ടെ. കർത്താവേ, ആഭിചാരം, മന്ത്രവിദ്യ, മറ്റ് തിന്മയുടെ വഴികൾ ഉപേക്ഷിക്കുവാനുള്ളൊരു കൃപ ഈ മക്കൾക്ക് നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവേ, പാപത്തിന്റെ വഴികളിൽ നിന്ന് തിരിച്ചു വരുവാൻ, പാപത്താൽ നിറയപ്പെട്ട അന്ധകാരത്തിന്റെ ലോകത്തിൽ നിന്ന് തിരികെ നടക്കുവാനുള്ളൊരു ശക്തി അങ്ങ് പ്രദാനം ചെയ്യണമേ. ഈ ലോകത്തിന്റെ ദേവൻ അന്ധമാക്കിയ അവരുടെ കണ്ണുകളെ തുറക്കണമേ. യോനായുടെ കണ്ണുകൾ അടഞ്ഞുപോയതുപോലെ കർത്താവേ, ഞങ്ങളുടെ കണ്ണുകൾ അടഞ്ഞു പോകാൻ ഇടയാകാതിരിക്കട്ടെ. നിനവയിലേക്ക് പോകാൻ പറയുമ്പോൾ താർസീസിലേക്ക് പോകുന്ന ധിക്കാരത്തിന്റെ അരൂപി, അനുസരണക്കേടിന്റെ അരൂപി ഞങ്ങളിൽ നിന്ന് ഈ സമയത്ത് വിട്ടുമാറട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്ന യേശുവേ,
എല്ലാം ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്നു നീക്കിയല്ലോ. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്നു നീക്കിയല്ലോ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. വിളിക്കുന്ന പരിശുദ്ധാത്മാവേ മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ. തിന്മയുടെ വഴികൾ, താർസീസിലേക്കുള്ള വഴികൾ കർത്താവേ അടഞ്ഞു പോകണമേ. നിനവേയിലേക്കുള്ള വഴികൾ തുറക്കണമേ. ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാനുള്ള കൃപകൾ നൽകണമേ. കർത്താവേ ജോലി മേഖലകളെ, നിയോഗങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ ജോലിയില്ലാതെ നിൽക്കുന്ന മക്കളെ അങ്ങിപ്പോൾ ആശീർവദിക്കണമേ. കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ കൃപകൾ വ്യാപരിക്കട്ടെ. സീനായ് മലയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, സീനായ് മലയിൽ മോശയ്ക്ക് വെളിപ്പെട്ട പരിശുദ്ധാത്മാവേ, ഇസ്രായേൽ ജനത്തിന് വെളിപ്പെട്ട പരിശുദ്ധാത്മാവേ, ഈ ജീവിത യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ഉച്ചത്തിൽ വിളിക്കുന്ന യേശുവേ, കരമടിച്ച് സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ നിറയ്ക്കണമേ. സീനായ് മലമുകളിൽ ഒരു തീജ്വാല, ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിന്റെ ദൈവമേ, ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ നിറയ്ക്കണമേ. സീനായ് മലമുകളിൽ, സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ നിറയ്ക്കണമേ. കരങ്ങളുയർത്തി കരങ്ങളടിച്ച് തീ പോലെ ഇറങ്ങണമേ, തീ പോലെ ഇറങ്ങട്ടെ. നാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങട്ടെ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹോസിയ 11:7. എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു, അതുകൊണ്ട് അവർക്കൊരു നുകം ഞാൻ വെച്ചിരിക്കുന്നു, അതാരും എടുത്തു മാറ്റുകയില്ല. കർത്താവേ, കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന നുകങ്ങളെ അങ്ങ് ഒടിച്ചു കളയണമേ. ഹോസിയ 14:1. ഇസ്രായേൽ, നിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് നീ തിരിച്ചു വരിക. നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയത്. കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരിക. അവിടുത്തോട് പറയുക, അകൃത്യങ്ങൾ അകറ്റണമേ. പ്രിയമുള്ളവരെ, പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കുക, ഈശോയിലേക്ക് നോക്കുക. അവൻ നമുക്ക് വേണ്ടി പാടുപീട സഹിച്ചു. അവൻ നമുക്ക് വേണ്ടി തൻ്റെ അവസാനത്തെ തുള്ളി ചോരയും നൽകിയത് നമുക്ക് നൽകിയ ദൈവിക നിയോഗങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരു ശക്തിക്കാണ്. സമരിയാക്കാരി സ്ത്രീ ദാഹിക്കണമെന്ന് യേശു നേരത്തെ ദാഹിച്ചു. നാം പാപത്തെ ഉപേക്ഷിക്കണമെന്ന് യേശു ദാഹിക്കുന്നു. നാം
തിരിച്ചു വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കൈച്ചൂണ്ടികൾ സ്ഥാപിക്കപ്പെട്ട വഴിയിൽ തിരികെ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തിരിച്ചു വരാനുള്ള ഒരു ശക്തി ഈ ആരാധനയിൽ നിന്ന് നമുക്ക് ലഭിക്കട്ടെ. കർത്താവ് നമ്മളെ ആശീർവദിക്കുന്ന ഒരു സമയമാണ്. കർത്താവിൻ്റെ മുൻപിൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും കർത്താവിന് മുമ്പിൽ നമുക്ക് കൊടുക്കാം. കർത്താവേ, ഞങ്ങളിത് അങ്ങേ ആരാധിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും വിശുദ്ധ കുർബാനയിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിക്കുക. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ, കുടുംബങ്ങളെ, താളം തെറ്റിപ്പോയ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെല്ലാം സമർപ്പിച്ച് ഇരുകരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, 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 ആരാധന. യേശുവേ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. യേശുവേ, നിന്നെ